അതുകൊണ്ട് നമ്മൾ 2026 എല്ലാ ഡിവൈസിലും ആൻഡ്രോയിഡ് 16 വരെയുള്ള ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്ന കണക്ക് എങ്ങനെ നമുക്കൊരു സാമ്പ് കളിക്കാം, അല്ലെങ്കിൽ ഒരു GTA RP മോഡലായിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മുടെ സാമ്പ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കളിക്കാമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഹൈപ്പും കൂടെ ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് രണ്ട് ആപ്ലിക്കേഷന്റെ ആവശ്യമുണ്ട്. ഒരെണ്ണം ഡിസ്കോഡും അതുപോലെ ഒരെണ്ണം സാമ്പ് ലോഞ്ചറും. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൂടെ പറഞ്ഞാൽ മതി. ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്തതിനു ശേഷം KPRP ഡിസ്കോഡ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് ജോയിൻ ചെയ്ത് വരിക. ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ സെർവർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ആ ഒരു സെർവറിൽ കൂടെയാണ് നമുക്ക് GTA സാമ്പ് കളിക്കാനായിട്ട് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും ആ ഒരു ചാനൽ സെർവറിൽ. അതിന്റെ താഴെയായിട്ട് വൈറ്റ്ലിസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസും കാര്യങ്ങളും വരും. അതിനകത്ത് നിങ്ങൾ റിയൽ നെയിം കൊടുക്കുക, ഏജ് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന RP റൂൾസ് ഒക്കെ ചോദിക്കും. BDM, RDM, അതായത് വണ്ടി ഇടിച്ച് കൊല്ലാൻ പാടില്ല, വെറുതെ ആരും വെടിവെച്ച് കൊല്ലാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് റൂൾസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ സേഫ് സോൺസ് ചോദിക്കും. സേഫ് സോൺസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗൺ എടുക്കാനോ ഷൂട്ട് ചെയ്യാനോ പാടില്ല. അതായത് നമ്മുടെ ഹോസ്പിറ്റല്, അതുപോലെ ജോബ് ലൊക്കേഷൻസ്, മാൾ, അവിടെ നമുക്ക് ഗൺ എടുക്കാനോ ഷൂട്ട് ചെയ്യാനോ പാടില്ല. അതൊക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ KPRP റൂൾസ് അഗ്രി ചെയ്യുന്നുണ്ടോ ചോദിക്കുക, അവിടെ S കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ അവർ ചെക്ക് ചെയ്തിട്ട് 2-3 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ DC വെയിറ്റ് ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ബാക്ക് ഇറങ്ങുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് സെർവർ IP അതുപോലെ തന്നെ ഇൻ ഗെയിം നെയിംസ് രണ്ട് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റ് ലിസ്റ്റ് ആവുന്നത് നിങ്ങളുടെ DM-ൽ KPRP വന്നിട്ട് ഒരു മെസ്സേജ് ഇട്ട് നിങ്ങൾക്ക് DC വെയിറ്റ് ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് നോക്കുന്ന ടൈമിൽ സെർവർ IP കാണാം, ഇൻ ഗെയിം നെയിംസ് എന്ന് പറഞ്ഞ കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അത് ആദ്യം നിങ്ങൾ സെർവർ IP എടുക്കുക. അപ്പം ഈ ഒരു സെർവർ IP കോപ്പി ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ സാമ്പ് ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് അകത്തൊരു ഫയലും കാര്യങ്ങളും വരും. അതും ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അതെല്ലാം ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെ കോപ്പി IP എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 2 IP നിങ്ങൾക്ക് കാണിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ നമ്പർ മാത്രമുള്ള IP എടുക്കുക, അല്ലെങ്കിൽ താഴത്തെ IP എടുക്കുക. ഇഷ്ടമുള്ള IP കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അത് നമ്മുടെ സാമ്പ് ലോഞ്ചർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ IP ആഡ് ചെയ്യാനായിട്ട് ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് സെർവർ IP ആഡ് ചെയ്യാനായിട്ട് കാണും. അവിടെ നിങ്ങൾ കോപ്പി ചെയ്ത സാധനം പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന സാധനങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തില്ല. അതായത് നമ്പർ മാത്രം എടുക്കുക, ആ കോമയൊക്കെ എടുത്ത് കളയുക. ഓക്കെ, അതിനുശേഷം ആഡ് സെർവർ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് സെർവറിന്റെ പേരും എത്ര പേര് ഇപ്പോൾ സിറ്റിയിലുണ്ട് അതൊക്കെ കാണാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ പേര് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്യാരക്ടറിന്റെ നെയിം സെറ്റ് ചെയ്യണം. ഇപ്പൊ എന്റെ സാമ്പിൾ ഇവിടെയാണ് നിങ്ങൾ ക്യാരക്ടറിന്റെ നെയിം സെറ്റ് ചെയ്യാനായിട്ട് വരിക ഫ്രണ്ടിൽ. പിന്നെ ടെസ്റ്റ് KPRP എന്ന് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഷാജി പാപ്പനെന്നോ അല്ലെങ്കിൽ പരന്ത് ബസ്സെന്നോ ഇഷ്ടപ്പെട്ട പേരും കാര്യങ്ങളോ കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഫോർമാറ്റ് എങ്ങനെ ഇടണ്ടേ ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കണക്കരിക്കില്ല, അവിടെ ആയിരിക്കും വരിക. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന സാമ്പിൾ അല്ല നിങ്ങൾക്ക് തന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളായിട്ടുള്ള ബുദ്ധി വെച്ചിട്ട് ചിന്തിച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കണക്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ IP, അതിന് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ഇടാനായിട്ട് വരും. എന്നിട്ട് രജിസ്റ്റർ എന്നാണ് ഓപ്ഷൻ കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് അതിന് ലോഗിൻ എന്ന് വെച്ചാൽ പാസ്വേഡ് അടിക്കാനുമാണ്. ലോഗിൻ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നെയിമിൽ വേറെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവിടെയായിട്ട് നിങ്ങളെ പാസ്വേഡും കാര്യങ്ങളും കൊടുക്കുക. ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇടുക. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോകാതെ പാസ്വേഡ് എടുക്കുക. കാര്യം എപ്പോഴും പാസ്വേഡ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നേരെ ഡിസ്കോഡിലേക്ക് വരിക. ഡിസ്കോഡിൽ നമുക്ക് അവിടെ ഇൻ ഗെയിം നെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇൻ ഗെയിം നെയിംസിനകത്ത് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, കുറെ മെസ്സേജ് കാണാനായിട്ട് പറ്റും. കുറെ ആളുകൾ പേരിട്ടേക്കുന്നത്. അത് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേര് ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണ് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് വരിക. ഇനി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോർമാറ്റ് തെറ്റാണെന്നാണ്. അപ്പോൾ ഈ ഫോർമാറ്റ് തെറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഫസ്റ്റ് നെയിം _ സെക്കൻഡ് നെയിം ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കണം ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഷാജി പാപ്പൻ എന്നാണ് ഇടുന്നെങ്കിൽ ഷാജി _ പാപ്പൻ എന്നായിരിക്കണം ഇടുക. അല്ല ചേർത്ത് ഷാജി പാപ്പൻ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ പേരിൽ നിങ്ങൾക്ക് വൈറ്റ് ലിസ്റ്റ് കിട്ടത്തില്ല. അതുപോലെ ഷാജി പാപ്പൻ ഇടുമ്പം ഷാജിയുടെ S വലുതായിരിക്കണം. അത് കണക്കിന് പാപ്പന്റെ P വലുതായിരിക്കണം. ഫുള്ള് ക്യാപിറ്റലോ ഫുള്ള് സ്മോളോ ആവാനും പാടില്ല. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ പേരിടുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലോക്കിന്റെ സിമ്പിളാണ് കാണിക്കുന്നതെങ്കിൽ ആ പേര് ഓക്കെയാണ്. ഇനി അഡ്മിൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അപ്രൂവ് ആക്കിയാൽ മാത്രം മതി എന്നാണ് ഇതിന്റെ ഒരു മീനിങ്. അപ്പൊ അതൊരു 10 to 4 മണിക്കൂർ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ചിലപ്പോൾ 10 മിനിറ്റ് കിട്ടും, ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് DM-ൽ ഒരു മെസ്സേജും കാര്യങ്ങളും വരും. നിങ്ങളുടെ പേര് അക്സെപ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് KPRP ഒരു മെസ്സേജും കാര്യങ്ങളും വരും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു പാസ്വേഡ് വരും. നിങ്ങൾ ഒരിക്കലും ആ പാസ്വേഡ് യൂസ് ചെയ്യേണ്ട. നിങ്ങൾ കൊടുത്ത പാസ്വേഡ് മാത്രം
യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അതായത് താഴെ പാസ്വേഡ് ഒന്നും കാണിക്കില്ല, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ഏതാണോ അത് തന്നെ അടിച്ച് കയറിയാൽ മതി. നിങ്ങൾക്ക് വൈറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അപ്രൂവ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത പേജിലായിട്ട് നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ടിക്കറ്റ്, പിന്നെ ഹെൽപ്പ് ഡെസ്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ കയറി ജോയിൻ ചെയ്ത് ആ കോളിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അഡ്മിൻസ് കുറച്ച് ടൈം എടുക്കും, അഡ്മിൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നമ്മുടെ സാം ലോഞ്ചർ എടുക്കുക. നേരത്തെ ആഡ് ചെയ്ത IP നേരത്തെ കണക്ട് ചെയ്താണെങ്കിൽ കണക്ട് ചെയ്യുക. അപ്പൊ അവിടെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളും കൊടുക്കുക. അപ്പൊ നേരെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ ഏജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ചൂസ് ചെയ്യുക. അതിനുശേഷം കൺഫേം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സിറ്റിയിലോട്ട് ഇറങ്ങുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഹെൽപ്പർ വേണമെന്ന് ചോദിക്കും, വേണമെങ്കിൽ വേണമെന്ന് കൊടുക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് /ILO/KPRP നടത്തി നിങ്ങൾക്ക് ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറെ കമാൻഡ്സ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ അടിക്കണ്ടേ, പിന്നെ റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ റൂൾസിനോട് ഞാൻ അടുത്തായിട്ട് ഇടാം. അതുപോലെ തന്നെ കമാൻഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സിറ്റിയിൽ സർവൈവ് ചെയ്യണം എന്നുള്ള ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ സർവൈവ് അല്ലെങ്കിൽ ഫുൾ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.